അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോസ് നമ്മള് ബിഗിനേഴ്സ് അതായത് ഫൈറ്റ് 2 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പാർട്ട് എങ്ങനെയാണ് അതിന്റെ കോംബോ കുട്ടികളെ പഠിപ്പിക്കുക, അതായത് മീഡിയം കോംബോ എങ്ങനെയാണ്, പഞ്ച് കിക്ക് ടുഗദർ എങ്ങനെ ചെയ്യുക എന്നുള്ള ഫൈറ്റിന്റെ ടെക്നിക്സ് വീഡിയോസ് ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോർമലായിട്ട് കിക്ക് ചെയ്യും, അതായത് ഷാഡോ കിക്കും ചെയ്യാം, പിന്നെ നമ്മൾ ഈ ബാഗിന്റെ മുകളിലും ചെയ്യാം. ബാഗ് ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഷാഡോ കിക്ക് ചെയ്ത് പഠിക്കാമെന്ന് കാണിക്കാം. അപ്പോ എല്ലാവരുടെ വീട്ടിലും പിന്നെ എങ്ങനത്തെ ബാഗ് ഉണ്ടാവില്ല, പഞ്ചിങ് ബാഗ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഷാഡോ കിക്ക് ചെയ്താലും നമുക്ക് പഠിക്കാം. ആദ്യകാലത്തൊക്കെ എല്ലാവരും ഷാഡോ കിക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികപരമായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല ആർക്കും. അപ്പോ ഷാഡോ കിക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒരു 80, 70, 71 കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ചെയ്താറുണ്ട്. 90, 91, 92, 2000 വരെ എല്ലാവരും ഷാഡോ കിക്കിന്റെ മുകളിൽ തന്നെയായിരുന്നു. പിന്നെ 2000-ന് ശേഷം ആൾക്കാർ പാഡുകൾ വാങ്ങി പഞ്ചിങ് ബാഗുകളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചിങ് ബാഗും ഗ്ലൗസും ഒക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസയാവും. നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഇത് മേടിക്കുക? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ. ഫസ്റ്റ് നമ്മള് പഞ്ച്, അപ്പർ കട്ട്, ഹുക്ക് ഒക്കെ പഠിച്ചു. ഓക്കെ, പഞ്ച് ചെയ്തു, പിന്നെ അപ്പർ കട്ട് ചെയ്തു, കേട്ടാ, ഹുക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് കിക്ക് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർഡ് ചെയ്യുക, ഫൈറ്റിംഗ് സ്റ്റാൻസിൽ ഇങ്ങനെ നിൽക്കുക. കേട്ടാ, ഫൈറ്റിംഗ് സ്റ്റാൻസിൽ വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ എപ്പോഴും നേരെ വെക്കരുത്. കാല് നേരെ വെക്കുന്ന സ്റ്റൈലുകൾ സെമി കോണ്ടാക്ട് ആയിട്ടുള്ള സ്റ്റൈലുകളാണ് നേരെ വെക്കുക. നേരെ വെച്ചിട്ട് അവരിങ്ങനെ ലെങ്ത് ആയിട്ടാണ് ഫൈറ്റ് ചെയ്ത് ടച്ച് ബാക്ക് ആയിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ഫുൾ കോണ്ടാക്ട് ഫൈറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എങ്ങനെ ഫൈറ്റിംഗ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ക്രോസിലേക്ക് വെക്കുക. കണ്ടാ, ഇങ്ങനെ വരും. വെക്കിഷൻ, കിക്ക് ബോക്സിങ്, കുംഫു എല്ലാം ഇതേ പൊസിഷനിലാണ് നമ്മൾ ഫൈറ്റിംഗ് സ്റ്റാൻസുകൾ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഗ്രോയിനിൽ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഗ്രോയിൻ ഫൈറ്റിന് പോകുമ്പോൾ ഗ്രോയിൻ പാഡൊക്കെ വെക്കുക, സേഫ്റ്റി, മനസ്സിലായ? പിന്നെ നമ്മൾ കവർ ചെയ്യാം ഈ ഭാഗം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സെമി കോണ്ടാക്ടിന് ഫൈറ്റിന് പോകുമ്പോൾ ഒരിക്കലും ഗ്രോയിൻ്റെ അടി കിട്ടില്ല. പക്ഷെ ഫുൾ കോണ്ടാക്ടിന് പോകുമ്പോൾ ഗ്രോയിൻ അടി നന്നായി കിട്ടും. കാരണം ഷിൻ കിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോയിനിലേക്ക് അടി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്നത്തെ ചെയ്യുന്നത് ഷിൻ കിക്ക് പഠിക്കാം. ഷിൻ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ ഈ ടൈസിലേക്കുള്ള അടിക്കാണ് ഷിൻ കിക്ക് എന്ന് പറയുന്നത്. അതായത് ലോ കിക്ക്, താഴെ ആയിട്ടുള്ള അടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതും ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആണ് ഈ ഭാഗം കാലിന്റെ മെയിൻ എല്ലിന്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഷിൻ കിക്ക് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഫൈറ്റിംഗ് സ്റ്റാൻസിൽ നിൽക്കുക, കാലിൽ കൊണ്ടുവരിക, അടിക്കുക. 1, 2, 3, 4, 5. ഇനി ഈ സൈഡ് 1, 2. കാല് കുറച്ച് നേരെ വെച്ചിട്ട് കാലിങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ട, അങ്ങനെ തിരിക്കുക. കണ്ട, നമ്മുടെ ടോ ഭാഗം തിരിക്കുക. ഓക്കെ, 3, 4, 5.
ഓക്കെ, ഇനി 2 leg കൂട്ടാ. 1 2 1 2 1 2. ഇനി ഈ ഷിൻ കിക്കിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക സ്ട്രേറ്റ് പഞ്ച്. ഓക്കെ, അതായത് സ്ട്രേറ്റ് പഞ്ചും കൂടി നേരെയുള്ള പഞ്ചും കൂടി ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. കിക്ക് അടിക്കുന്നതിന്റെ ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 2 എന്ന് പറയുമ്പോൾ ഒരു 2 പേരാണ് കിക്ക് അടിക്കണം. 1 2 ആണോ? ഓക്കെ, 1 2 punch punch 1 2 punch punch 1 2 punch punch. റെഡിയില്ലേ? ഇനി അടുത്തത് കൂടുതലും സ്ട്രേറ്റ് പഞ്ച് തന്നെ മാത്രം ചെയ്താൽ മതി. അപ്പർ കട്ടൊക്കെ ഇടയ്ക്ക് ചെയ്താൽ മതി. അപ്പർ കട്ട് നോക്കൗട്ട് ആക്കാനായിട്ടാണ് ഉപയോഗിക്കേണ്ട. അപ്പൊ നമ്മൾ അപ്പർ കട്ട് ചെയ്യുമ്പോൾ കിക്ക് ഷിൻ കിക്ക് അപ്പർ കട്ട് ഷിൻ അപ്പർ കട്ട് ഫേസ് കിക്ക്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ മൗഷ് കിരി സ്നാപ്പ് കിക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ മൗഷ് കിരിയോടെയും ചെയ്യാം. ഓക്കെ, 1 2. ഓക്കെ, again 1 2 1 2. ഓക്കെ, 1 വെറുതെ 2 shin kick she again she ഇത്തിരി പവറിൽ ഇട്ടാ. ഓക്കെ, she again she again അടുത്ത കിക്കും ഡബിൾ പഞ്ചും സ്നാപ്പ് കിക്കും. ഓക്കെ, ആദ്യം നമ്മൾ സ്നാപ്പ് കിക്കിന്റെ കൂടെ തന്നെ പഞ്ച് ചെയ്യാൻ നോക്കുക. കാണാ 1 2 again 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 shoot 1 2 shoot 1 2 shoot 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 ഇത് മനസ്സിലായില്ലേ? ഇത് മാത്രം ചെയ്താൽ മതി. വേറെ ഒറ്റ കിക്കുകളും പഞ്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 1 2 shin shin 1 2 1 2 snap 1 2 3 snap shin 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 chi 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 chi. Last round, all including chi 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 push 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 chi push 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 pushing shin 1 2 front kick again 1 2 shin shin push push അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ചാനൽ.
താങ്ക് യു.